പിന്നെ അവരിത് അറിഞ്ഞിട്ട് വന്നാ പോരെ. അപ്പം ഇത് ആരും പറയാത്ത കഥകളുണ്ടാവും, അത് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പം ഓസി മലബാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എനിക്ക് അൾട്രാവയലറ്റ് റേഡിയേഷൻ അടിച്ചിട്ട് എന്റെ കളറെല്ലാം പോവും. ഇനി എന്റേത് പറയാം. അപ്പം ഈ ഒരു സംഭവം ഇപ്പൊ പറഞ്ഞേ അൾട്രാ വയലറ്റ് അത് എത്രത്തോളം ഉണ്ട്. അപ്പൊ നിങ്ങളിപ്പോ കുറച്ച് കാര്യങ്ങൾ അത് പറയണ്ടേ? അത് ശരിയാ. അപ്പം അതിലേക്ക് സ്വാഗതം. വെൽക്കം ബാക്ക് ടു ഓസി മലബാർ ഫാമിലി വ്ളോഗ്സ്. എന്റെ പേര് ഉഷ. ഞാൻ വിനീഷ്. ഓസ്ട്രേലിയയിലേക്ക് ഇങ്ങനെ ബിസിനസ് ഉള്ളവരും മറ്റേ പഠിക്കുന്നവരും ബിസിനസ് വിസ, സ്റ്റുഡന്റ് വിസ, കെയർ വിസ, രജിസ്റ്റേർഡ് നഴ്സ് വിസ, അങ്ങനെ പല വിസകളിലും കുറെ ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിട്ട്. അതിനു മുമ്പിൽ നിങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മളൊരു 18 വർഷമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് പറയാൻ പറയാം. അപ്പം ഒറ്റ വീഡിയോയിൽ എല്ലാം പറയാൻ പറ്റില്ല. അപ്പൊ കുറച്ചായിട്ട് പറയാം. അപ്പൊ ആദ്യത്തെ നമുക്ക് ഈ വെയിൽ തന്നെ തുടങ്ങിയല്ലോ. വെയിൽ എന്ന് പറഞ്ഞാൽ വെതർ ഇവിടെ 4 വെതർ സാധാരണ പോകുന്ന പോലെ സമ്മർ, വിന്റർ, ഓട്ടം, പിന്നെ എന്തായിരുന്നു സ്പ്രിങ്, അങ്ങനെ 4 വെതറാണ്. പിന്നെ 3 മാസം അങ്ങനെ കൂടുമ്പോൾ വെതർ ചേഞ്ച് ആവും. പക്ഷെങ്കിൽ വേനൽക്കാലത്ത് നമ്മുടെ നാട്ടിൽ പോലെ ഒരു ഫിക്സഡ് ആയിട്ട് മഴ പെയ്യുന്ന സമയമില്ല. നമ്മളെ മൺസൂൺ എന്ന് പറയാം. അങ്ങനെയൊന്നും ഏത് സമയത്ത് മഴ പെയ്യാം. പക്ഷെ ഇപ്പം വിന്റർ ആണ് ഇവിടെ. പക്ഷെ ഇപ്പൊ കാണുന്നത് നല്ല വെയിലാണ് ചില സ്ഥലങ്ങളിൽ. അപ്പം വെതർ എന്ന് പറയുമ്പോൾ ഓസ്ട്രേലിയയിൽ ഡിഫറെന്റ് സ്ഥലത്ത് ഡിഫറെന്റ് വെതറാണ്. ഇന്ത്യന്റെ 2 ഇരട്ടി വലിപ്പുള്ള രാജ്യം, കേരളത്തിന്റെ ജനസംഖ്യ. അപ്പൊ നമ്മളിപ്പം ഒരു ഓസ്ട്രേലിയയിൽ ഒരു 4-5 സ്ഥലങ്ങളിൽ താമസിച്ചല്ലോ. ഒന്ന് നല്ല ചൂടും നല്ല ഇങ്ങോട്ടും ഒന്ന് നല്ല ചൂടും ഒന്ന് നല്ല തണുപ്പുണ്ടായ സ്ഥലം. പിന്നെ കുറച്ചുകൂടി തണുപ്പും പിന്നെ കുറച്ച് ഇതും വരുന്നത്. വെയിലടിക്കുന്ന ചൂടാട്ടോ ഉദ്ദേശിച്ചത്. പിന്നെ ഇപ്പൊ ഉള്ള സ്ഥലം എന്ന് പറഞ്ഞാല് ഇവിടുന്ന് അങ്ങോട്ടാന്ന് നമ്മളൊരു കേരളത്തിന്റെ കാലാവസ്ഥ എന്നെല്ലാം പറയില്ലേ, ക്യൂൻസ്ലാൻഡ് എന്ന് പറയുന്നത്. സാധാരണ മെൽബണിലൊക്കെ വെതർ ചേഞ്ച് ആവും, പെട്ടെന്ന് ചേഞ്ച് ആവുന്ന പറഞ്ഞിട്ടുണ്ട്. അപ്പം ചിലപ്പോൾ മഴ പെയ്യും, ചിലപ്പോൾ തണുപ്പായിരിക്കും, ചിലപ്പോൾ ചൂടായിരിക്കും. പക്ഷെ ന്യൂ സൗത്ത് വെയിൽസിൽ എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാ കാലാവസ്ഥയും നല്ലതാണ്. പിന്നെ ബ്രിസ്ബൻ ആ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെതായ ഒരു കാലാവസ്ഥയായിട്ട് വരും. പിന്നെ നോർത്തേൺ ടെറിട്ടറിയിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ ചൂട് കൂടുതലാണ്. പെർത്ത് ആ ഭാഗത്തൊക്കെ, സൗത്ത് ഓസ്ട്രേലിയയിലും ന്യൂ സൗത്ത് വെയിൽസിലൊക്കെ ഏകദേശം നല്ല കാലാവസ്ഥയാണ്. പിന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഓസോൺ ലെയറിന് ഹോള് മീൻസ് അതിൻ്റെ ഒരു കട്ടി കുറവാണ്. അതുകൊണ്ട് ഇവിടുത്തെ സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് റേഡിയേഷൻ അത് ഭയങ്കരമാണ്, അത് മോശമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം സ്കിൻ ക്യാൻസർ വളരെ കൂടുതലാണ് ഓസ്ട്രേലിയയിൽ. അതിൻ്റെ കാരണം തന്നെ ഈ ഓസോൺ ലെയറിലുള്ള ഒരു ഹോളെന്ന് പറയും. അതിനകത്തുനിന്ന് അതിൽ കൂടെ സൂര്യൻ ഈ ഓസ്ട്രേലിയക്ക് അടുത്താണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ സൂര്യൻ അവിടെ ഉണ്ട്, ഡയറക്റ്റാണ്. ശരിക്കും നമ്മൾ ഈ പൊള്ളൂലേ അതേപോലത്തെ ഒരു അനുഭവമാണ്. എല്ലാ സമയത്തൊന്നല്ല, അതും പറയാം. പക്ഷെ മോസ്റ്റ് ഓഫ് ദി ടൈംസ് ഇങ്ങനത്തെ ഒരു ചൂടിന്റെ ഒരു കാഠിന്യം. പിന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകം നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവമേ കണ്ണ് കാണൂല, ഒരു സാധനം കാണൂല. വൈകുന്നേര സമയങ്ങളിൽ സൂര്യൻ ഇങ്ങനെ താഴ്ന്നു പോകുന്ന സമയങ്ങളിൽ, അല്ലെങ്കിൽ പിന്നെ സൂര്യൻ ഉദിച്ചു വരുന്ന സമയങ്ങളിൽ, മോർണിംഗിലും ഈവനിങ്ങിലും ഭയങ്കര ഔട്ട്സൈഡ് പോകുമ്പം എവിടെയെങ്കിലും പോകുമ്പം സൺസ്ക്രീൻ ലോഷൻ എപ്പോഴും കരുതി വെക്കുക, യൂസ് ചെയ്യുക. അതാണ് നമുക്ക് ഈ അൾട്രാവയലറ്റ് റേഡിയേഷൻ നമ്മളെ ശരീരത്തിൽ വരുന്നത് പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു ഇത്. അപ്പം മെയിനായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാൻ മടിക്കരുത്. പിന്നെ എല്ലാവരും ചോദിക്കുന്നതാണ് ഓസ്ട്രേലിയയിൽ കാട്ടുതീ കഴിഞ്ഞ 2-3 വർഷം മുമ്പിലൊക്കെ നമ്മളെ നാട്ടിലെ ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ഏക്കർ ഹെക്ടർ കത്തി നശിച്ചിരുന്നു. അതെന്ന് പറഞ്ഞാൽ ഈ ചൂട് വെതർ കാരണം പെട്ടെന്ന് തീ പിടിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ കാറ്റും. അന്നേരം തന്നെ ഇവിടുത്തെ മരങ്ങൾ മീൻസ് മിക്കവാറും കാടാണ്. ഈ ഓസ്ട്രേലിയ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, 2 ഇരട്ടി ഇന്ത്യനെക്കാട്ടിലും 2 ഇരട്ടി വലിപ്പമുള്ള രാജ്യമാണ്. ഭയങ്കരമായിട്ട് കാടുകളുള്ള സ്ഥലമാണ്. അപ്പം ബുഷ് ഫയർ അങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമാണ്. ചില സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ ഒഴിഞ്ഞു പോകേണ്ടി വരും. അത് സ്വാഭാവികമായിട്ട് ഇല്ലാതെ പിന്നെ അവർ തിരിച്ചു വരും. അതെ ഒഴിഞ്ഞു പോകുന്നു, വരുന്നു, അങ്ങനെ പിന്നെ കുറേ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മളിപ്പം അതൊക്കെ വരുമെന്ന് വിചാരിച്ച് നമ്മളിപ്പോ ഇങ്ങോട്ട് വരുന്നത് വരാൻ പറ്റൂല. അപ്പൊ നമ്മൾ അതിനെ പ്രതിരോധിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഒന്നാമതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒഫീഷ്യൽസ് തരുന്ന വാർണിംഗ്സ് നമ്മൾ കൃത്യമായിട്ട് കേൾക്കുക, അത് ഫോളോ ചെയ്യുക. ഒഴിഞ്ഞു പോകണം.
പിന്നെ ഫൈൻ എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്ന ഫൈനൊന്നും അല്ല. ഇപ്പം ഫ്ലഡ് അല്ലെങ്കിൽ കാട്ടുതീ വന്നിട്ട് അവര് നമ്മളോട് മാറി പോകണമെന്ന് പറഞ്ഞിട്ട് വാർണിംഗ് തന്നു കഴിഞ്ഞാൽ നമ്മൾ പോയില്ലെങ്കിൽ നമുക്ക് ഫൈൻ കിട്ടും. പിന്നെ അതിനുള്ള ഇത് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പം അതൊക്കെയാണ് അതൊക്കെ നമ്മൾ സിറ്റിയിലൊക്കെ താമസിക്കുമ്പോൾ നമ്മൾ അങ്ങനെ അഫക്റ്റഡ് ആയി കേട്ടിട്ടില്ല. എന്നാലും നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ അഫക്റ്റഡ് ആയിട്ട് കേട്ടിട്ടുണ്ട്. പിന്നെ വെച്ചാൽ മെയിൻ ആയിട്ടുള്ളത് ഫ്ലഡ്. ഇപ്പൊ നിൽക്കുന്ന ഈ സ്ഥലം ഇതിനൊരു പ്രത്യേകത ഉണ്ട്, അതറിയാം? പറ. 2022 ഫെബ്രുവരി മാസം ഇവിടെ ഒരു വേഴ്സ്റ്റ് ഫ്ലഡ് എന്ന് പറയാം. അതിന്റെ ഫ്ലഡ് ഹൈറ്റ് എത്ര പോയെന്നറിയാം? നമ്മളെ ബാക്കിൽ ഒരു ഷോപ്പിംഗ് മാള് കാണുന്നില്ലേ, അത് ഏകദേശം 8-9 മീറ്റർ വരും. 14.4 മീറ്റർ ഹൈറ്റില് അതിന്റെ ഡബിള് മുങ്ങിയതായിരുന്നു. അപ്പൊ ആലോചിച്ച് നമ്മള് നിൽക്കുന്ന സ്ഥലം അതെല്ലാം നമ്മള് നിൽക്കുന്ന സ്ഥലമല്ല, ഈ നമ്മളെ ബാക്കിൽ കാണുന്ന ആ ഷോപ്പിംഗ് കോംപ്ലക്സ് പോലും മുങ്ങിയിട്ട് 14.4 മീറ്റർ ഹൈറ്റിൽ ഫ്ലഡ് പറഞ്ഞിട്ടായിരുന്നു. ഞാൻ പോയിരുന്നു ഒരു പ്രാവശ്യം ഞാൻ ഇതിന്റെ മുകളിൽ കൂടെ ഫ്ലൈറ്റിൽ പോയപ്പോൾ മൊത്തം മുങ്ങി കിടക്കുന്ന ഞാൻ കണ്ടിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ പിന്നെ അതിങ്ങനെ ഫ്ലഡ് എന്ന് പറയുമ്പോൾ അതെ, പക്ഷെ ആ ഒരു ഏരിയൽ വ്യൂ ഭയങ്കര ഒരു രസമല്ല, ശരിക്കും നമുക്ക് പേടിയാവുമായിരുന്നു. നമ്മൾ ആൾക്കാരെ കുറിച്ച് ഓർക്കും, എന്തോരം നാശനഷ്ടങ്ങൾ ഉണ്ടാവും. അപ്പം ഈ ഒരു സ്ഥലത്ത് അത്രയും ഫ്ലഡ് ഉണ്ടായി. പക്ഷെ മെനി പ്ലേസസിൽ ഫ്ലഡ് ഉണ്ടാവാറുണ്ട്, ഫ്ലാഷ് ഫ്ലഡിങ്. പെട്ടെന്ന് മഴ പെയ്യുമ്പോഴത്തേനും ഫ്ലാഷ് ഫ്ലഡിങ് വരിക. മഴ പെയ്യുമ്പോൾ വെള്ളം പോകാനുള്ള സ്ഥലം ഉണ്ടാവില്ല, അപ്പത്തേനും ഫ്ലഡ് ആവും. ബ്രിസ്ബൻ നമ്മളൊരു 13 വർഷം മുന്നേ 13 വർഷം മുന്നേ ഞങ്ങൾ വന്ന സമയത്ത് ബ്രിസ്ബൻ മൊത്തം മുങ്ങിയിരുന്നു. അതേപോലെ സിഡ്നി, ന്യൂകാസില്, അങ്ങനെ ഇപ്പം വെള്ളവും കാട്ടുതീ നോക്കിയാൽ നമുക്ക് ഓസ്ട്രേലിയയിൽ എവിടെയും നിങ്ങളിപ്പോ എല്ലാരും പറയുമ്പോ ഞാൻ ആ ഭാഗം ഫ്ലഡ് ഉണ്ട്. ഇപ്പൊ നമ്മള് ഓരോ സ്ഥലത്ത് മാറി ഒരു 5 വർഷം താമസിച്ചു. ഈ സ്ഥലത്ത് എത്തിയപ്പം എല്ലാരും ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ അവിടെയാണോ പോകുന്നത്? നിങ്ങൾ അവിടെ ഫ്ലഡ് കഴിഞ്ഞ വർഷം ഫ്ലഡ് വന്നല്ലേ, നിങ്ങൾ എന്താ അവിടെ പോകുന്നതെന്ന്. തീരമായി അതല്ല, അത് വിചാരിച്ച് ജനങ്ങളിവിടെ ജീവിക്കുന്നില്ലേ. അപ്പൊ നമ്മൾ അതിനനുസരിച്ചിട്ട് ഹൈറ്റ് ഉള്ള സ്ഥലങ്ങളിൽ താമസിക്കുക. അത് വരുമ്പോ അതിനനുസരിച്ച് പിന്നെ എല്ലാ ദിവസവും ഫ്ലഡ് വരില്ല. ഈ ഫ്ലഡ് വന്ന സിറ്റിന്റെ കാഴ്ചകൾ നമ്മൾ ഒരു ദിവസം കാണിച്ചു തരാം. കുറെ എല്ലാം ഒരു വർഷം കൊണ്ട് അവര് അതിഭയങ്കരമായിട്ട് ഇപ്പം ഓസ്ട്രേലിയയിലെ സിറ്റി എന്ന് പറയാം, കാരണം എല്ലാം പുതുക്കിപ്പണിക്കുക. അപ്പം ഫ്ലഡിന്റെ കാര്യം അതാണ്. അപ്പം കാട്ടുതീണ്ട്, ഫ്ലഡ് ഉണ്ട്, വെതർ ചേഞ്ചസ് ഉണ്ട്, മഴയുണ്ട്, എല്ലാം ഉണ്ട്. ഇവിടുത്തെ എക്സ്പെൻസ് എങ്ങനെയാണെന്നുള്ളത് എത്ര വരും നമുക്കൊരു മാസം? ഒരു മാസം എന്ന് വെച്ചാൽ അതിപ്പോ നമ്മളിപ്പോ ഓരോരാളെ കയ്യിലിരിപ്പനുസരിച്ചിരിക്കും. അപ്പൊ ഏത് സാധനം ഇപ്പൊ ഞാൻ പറയാം, ഇപ്പം നമ്മളിപ്പോ ഒരു മിൽക്ക് വാങ്ങാൻ വന്നു, അത് $3 മിൽക്ക് ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്. അതേപോലെ ബ്രെഡ് 1.50 മുതൽ 2.20 ഉണ്ട്, 2.40. അത് ഏതും അനുസരിച്ച് ഇപ്പൊ ആപ്പിള്. പിന്നെ മെയിൻ ആയിട്ട് ഇവിടെ എക്സ്പെൻസ് വരുന്നതെന്ന് പറഞ്ഞാൽ റെന്റ് അല്ലെങ്കിൽ മോർഗേജ്. അതിപ്പോ റെന്റ് ഇപ്പൊ ഈ പിന്നെ സ്റ്റാഫ് ഷോർട്ടേജ്, കോവിഡ് അങ്ങനെയൊക്കെ ആയിട്ട് കുറെ നാൾ ആൾക്കാരൊന്നും വരാതിരുന്നു. പക്ഷെ ഈ വരുന്ന കഴിഞ്ഞ വർഷങ്ങളായിട്ട് കുറെ ആൾക്കാർ ഇമിഗ്രേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ഭയങ്കരമായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ റെന്റ് ഇച്ചിരി കൂടിയിട്ടുണ്ട് എല്ലാ സ്ഥലത്തും, അത് റൂറൽ ആയാലും ശരി, സിറ്റി ആയാലും ശരി. പക്ഷെ നമുക്ക് ഒരു ജോബ് വിസ നിങ്ങൾക്ക് കിട്ടുമ്പോൾ അത് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു ഇതാണ് തരുന്നത്. നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുമോ എന്നുള്ള ഇത് നോക്കിയിട്ടാണ്. പിന്നെ പറഞ്ഞത് നമ്മുടെ ബഡ്ജറ്റ് പ്ലാനിങ്ങിനനുസരിച്ചിരിക്കും എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഇതിപ്പോ ഞാനിപ്പോ ഒരു കാര്യം പറയാന്ന് വെച്ചാൽ ഇപ്പം പലരും പറഞ്ഞു നിൽക്കുന്നത്, അത് അവര് നിൽക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് ഭയങ്കര ചെലവായതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നത്. ഞാൻ 6 മാസം നാട്ടിൽ നിന്നിരുന്നു. 6 മാസം കൊണ്ട് വരുന്ന സമയത്ത് എനിക്ക് പൊതുവെ എല്ലാം ഒന്നും ഇങ്ങനെ ഒരു വിലയിൽ കുറച്ച് ഓർമ്മയിൽ ഇങ്ങനെ നിൽക്കും. വന്ന സമയത്ത് ഇപ്പം ഞാൻ പറയാം, ഒരു ഉദാഹരണം, $1 വാങ്ങിയ ഒരു സാധനത്തിന് 1.40, 2.20 വാങ്ങിയത് 2.90 അല്ലെ 3.10. പൈസ 70-80 പൈസ അങ്ങനെ പെട്രോളിന് കൂടുന്നില്ല. അപ്പം എല്ലായിടത്തും എല്ലാ രാജ്യങ്ങളിലുള്ള പോലെ ഇവിടെയും ചെലവ് നന്നായിട്ട് തന്നെ ഉണ്ട്. ഇപ്പം എസ്പെഷ്യലി എനിക്ക് കഴിഞ്ഞൊരു കോവിഡിന് ശേഷം ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അതെല്ലാം ആലോചിച്ചിട്ട് നിങ്ങൾ വരുക. റെന്റ്, പിന്നെ നമ്മുടെ ലിവിങ് എക്സ്പെൻസസ്, പിന്നെ വരുന്നത് കാറ് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച്, നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് കാറ്, അതിന് പെട്രോൾ അടിക്കണം, പിന്നെ അതിൻ്റെ ഇൻഷുറൻസ്, പിന്നെ അതിൻ്റെ മെയിൻ്റനൻസ്, അങ്ങനെ അത് വന്നു. പിന്നെ ഞാനൊരു ഡെയിലി ലൈഫിൻ്റെ ഭാഗമായിട്ട് പറയാണ്. പിന്നെ നമ്മൾ ഇൻ്റർനെറ്റ് യൂസ്, ഫോണ്, മൊബൈല്, അതിൻ്റെ ഒരു ചിലവ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യണമെങ്കിൽ കുറച്ച് ദൂരം ട്രാവൽ ചെയ്യണം. അപ്പോൾ അതിനുള്ള ഈ പെട്രോളിന് വില കൂടുതലാണ്.
ഫ്യൂവലിന്. അപ്പം അതൊക്കെ നമ്മുടെ ചിലവിൻ്റെ ഭാഗമായിട്ട് വരും. പിന്നെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് പബ്ലിക്കും ഉണ്ട് പ്രൈവറ്റും ഉണ്ട്. ആ പ്രൈവറ്റിലാണ് പോകുന്നത്, അവരുടെ എഡ്യൂക്കേഷൻ്റെ ഒരു ഇത് നമ്മൾ കാണണം. പിന്നെ നമ്മുടെ ഹെൽത്തിൽ വരുന്ന ഒരു എക്സ്പെൻസ്, ടാബ്ലറ്റ് കഴിക്കുന്നവരാണെങ്കിൽ അങ്ങനെയാണ് നമ്മൾ എക്സ്പെൻസ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ടൈറ്റാക്കി പിടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സേവ് ചെയ്യാം. നിങ്ങൾ ലാവിഷായിട്ട് ജീവിക്കുവാണെങ്കിൽ പൈസ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ജീവിച്ചു പോകാം. അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു എക്സ്പെൻസ്, ഇപ്പം നമ്മളെ എക്സ്പെൻസ് ആയിരിക്കില്ല നിങ്ങളത്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നതിനെ കൊണ്ടൊരു ഉപകാരമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിപ്പോൾ എല്ലാവർക്കും അറിയാലോ കഥകൾ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ പല വീഡിയോസും കണ്ടിട്ടുണ്ട്. പാല് ഞാൻ ഇത്ര പൈസക്ക് വാങ്ങി ഇത്ര, അങ്ങനെ ഒരു കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഒരു ഏത് പൈസക്ക് വന്നാലും അതിനുള്ള എക്സ്പെൻസ് കൊണ്ട് ജീവിച്ചു പോവാ എങ്ങനെയായാലും, അത് ഗ്യാരണ്ടിയാണ്. പിന്നെ അക്കോമഡേഷനൊക്കെ പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് വരുന്നവരൊക്കെ നമ്മൾ ഷെയർഡ് അക്കോമഡേഷനിലൊക്കെയാണ് താമസിക്കുക. അപ്പം അതിൻ്റെ എക്സ്പെൻസ് നമുക്ക് കുറയ്ക്കാം. പിന്നെ നമ്മൾ ഒന്ന് സ്റ്റേബിൾ ആയി കഴിയുമ്പോൾ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് അക്കോമഡേഷൻ എടുക്കാം. പിന്നെ വീട് വാങ്ങാം, മോർഗേജ്, അങ്ങനെ അതൊക്കെയാണ് ഇവിടുത്തെ ഒരു എക്സ്പെൻസിൻ്റെ കാര്യം നമ്മൾ പറയാനുള്ളത്. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം. എല്ലാ വിസയ്ക്കും തന്നെ ഓസ്ട്രേലിയയിൽ വരുമ്പം ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം എന്നാണ് ഞങ്ങളുടെ അറിവ്. അപ്പം അതിൻ്റെ കാര്യങ്ങൾ കുറേ പേര് ഞങ്ങളോട് ചോദിച്ചിരുന്നു. അപ്പോൾ ഇവിടെ ഉള്ള ഒരു സിസ്റ്റമാണ്, അത് പബ്ലിക്കായിട്ട് യൂസ് ചെയ്യുന്നതാണ്, മെഡിക്കെയർ എന്ന് പറയും. ആ മെഡിക്കെയർ കിട്ടാൻ നമ്മുടെ വിസയിൽ എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെഡിക്കെയർ കാർഡ് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ ചില വിസകളിൽ അത് അലൗഡ് അല്ല, മീൻസ് അത് കിട്ടില്ല. ആ സമയത്ത് നമ്മൾ പ്രൈവറ്റ് ഇൻഷുറൻസ് യൂസ് ചെയ്യണം. പ്രൈവറ്റ് ഇൻഷുറൻസിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ഉപയോഗം എന്ന് വെച്ചാൽ നമ്മളതൊരു ഫുൾ കവറേജ് ഇല്ല. ഇപ്പം ഇവിടെ മെഡിക്കെയർ ഉള്ളവർ പോലും പലരും മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കില്ല. അല്ല, പ്രൈവറ്റ് എടുത്തിട്ടില്ലെങ്കിൽ എന്ന് വിചാരിച്ചാൽ നമുക്ക് ആംബുലൻസ് അല്ലേ, മെഡിക്കെയർ ഉള്ളവർക്ക് തന്നെ പ്രൈവറ്റ് ഇൻഷുറൻസ് എടുക്കണം. എടുക്കാത്തവരുണ്ട്. നമ്മൾ ഇതൊക്കെ നമ്മുടെ ഒരു എക്സ്പെൻസിന്റെ ചെലവിൽ ആ സമയങ്ങളിൽ അതിന്റെ വില മനസ്സിലാവുള്ളൂ എടുക്കേണ്ടത് തന്നെ. പിന്നെ ആംബുലൻസ് ഒക്കെ ചിലപ്പോൾ കോസ്റ്റ്ലി ആണ്. പിന്നെ നമ്മൾ ഇവിടുത്തെ പബ്ലിക് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം എന്തെങ്കിലും നല്ല അസുഖമാണെങ്കിൽ നമുക്കൊരു ഡോക്ടറെ പ്രൈവറ്റായിട്ട് കാണണം, അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് കിട്ടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് പബ്ലിക് ഹോസ്പിറ്റലിലാകുമ്പോൾ വെയിറ്റിംഗ് ടൈമാണ്. നമുക്ക് ട്രീറ്റ് ചെയ്യും, അവർ നന്നായിട്ട് നോക്കുകയൊക്കെ ചെയ്യും. പക്ഷേ നമുക്ക് കുറച്ചും കൂടെ നമുക്ക് പ്രൈവറ്റിൽ പോയിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് തീർക്കണമെന്നുണ്ടെങ്കിൽ അത് പ്രൈവറ്റ് ഇൻഷുറൻസ് കൂടെ പോകാൻ പറ്റുള്ളൂ. അപ്പം മെഡിക്കെയർ കൊണ്ട് ഈവൻ ഞാൻ പറയാം, ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണണമെങ്കിൽ ഇപ്പോൾ $200 അയാളെ ഫീസ്. അപ്പം ആ $200 ചിലപ്പോൾ $150 മെഡിക്കെയർ കാർഡ് ഉള്ളവർക്ക് കൺസെഷൻ കിട്ടും. ബാക്കി $50 നമ്മൾ കൈ നടക്കണം. ആ $50 ഒരു ഇതാണ്. ആ $50 നമ്മുടെ പ്രൈവറ്റ് ഇൻഷുറൻസിൻ്റെ അതിൽ നിന്ന് ഗ്യാപ്പിൽ പോയി, മീൻസ് അവർ പേ ചെയ്യും. അങ്ങനെയുള്ള ഇത് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട് കേട്ടോ. ഞാൻ പറയുന്നത് തന്നെയാണെന്നില്ല, പല ടൈപ്പിലുള്ള മെഡിക്കൽ ഇൻഷുറൻസും ഉണ്ട്. നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എടുക്കുക. പിന്നെ അവരുടെ കൺസൾട്ടൻറ്റിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് എടുക്കുക. അതാണ് ഇൻഷുറൻസിൻ്റെ കാര്യം. പിന്നെ എഡ്യൂക്കേഷൻ, കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഫ്രീ ആണോ എന്ന് ഞങ്ങളോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ ഇവിടെ യൂഷ്വലി യെസ്, ഇറ്റ് ഈസ് ഫ്രീ. പിന്നെ നമുക്ക് കുട്ടികളെ കാത്തലിക് സ്കൂളിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്കൂളിൽ അയച്ച് പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പഠിപ്പിക്കാം. അതെ, യൂഷ്വലി നമ്മൾ ഈ ഇയർ 1 to 6 വരെയൊക്കെ എല്ലാവരും തന്നെ കുട്ടികളെ പബ്ലിക് സ്കൂളിലാണ് അയക്കുക. പിന്നെ അവിടെ നിന്ന് ഇയർ 7 തൊട്ട് നിങ്ങൾക്ക് ബോർഡിംഗ് സ്കൂളിലാക്കാം. പിന്നെ കാത്തലിക്സ്, ഗ്രാമർ സ്കൂൾ, അങ്ങനെ പല ടൈപ്പിലുള്ള സ്കൂളിലേക്ക് നിങ്ങൾക്ക് ചേർക്കാം. അത് നിങ്ങളുടെ ഇതിനനുസരിച്ചാണ്. അപ്പം ഇനിയും ഞങ്ങൾക്ക് പോയിന്റ്സ് പറയാനുണ്ട്, കുറെ കാര്യങ്ങളുണ്ട്. നെക്സ്റ്റ് ഒരു എപ്പിസോഡായിട്ട് ഞങ്ങൾ പറയാം. അപ്പൊ മെയിനായിട്ട് ഞങ്ങൾ പറഞ്ഞത് ഇന്ന് എക്സ്പെൻസ്, വെതർ, പിന്നെ സ്കൂളിങ്, പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യങ്ങളാണ്. ഇതിനൊക്കെ പറയാനാണ്, ഇതിനെപ്പറ്റിയൊക്കെ പറയാനാണ് കുറേ ഞങ്ങളുടെ എക്സ്പീരിയൻസ് തന്നെ പറയാനുണ്ട്. പക്ഷെ അതിപ്പം നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. പിന്നെ എന്തെങ്കിലും കുറേ പേര് ഞങ്ങളെ വിളിച്ച് ചോദിക്കുന്നവരൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. ചില കഥകൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടും, വരുന്നുണ്ട് കഥകളായിട്ട്, ആരും പറയാത്ത കഥകൾ.
ശരിയല്ലേ? പിന്നെ അൺടോൾഡ് സ്റ്റോറീസ് കമ്മിങ് സൂൺ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ ഈ ഇത്രയും ഒരു 1.5 വർഷം 2 വർഷത്തെ പ്രയത്ന ഫലമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന പറയാൻ പഠിച്ചിട്ടുണ്ട്. ഇത്ര നാൾ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം സബ്സ്ക്രൈബ് എന്ന് പറയാൻ പഠിച്ചിട്ടുണ്ട്. അത് തന്നെ ഒരു വലിയ കാര്യം. അപ്പം ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്താണ്, അടുത്ത വീഡിയോ വേഗം വരുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലത് വരട്ടെ. ബൈ നൗ.